ഉണ്ണിമൂന്നൻ, വേണു കുന്നപ്പള്ളി, മുരളി കുന്നപ്പുറത്ത് ഇതുപോലൊരു കോമ്പിനേഷൻ മലയാള സിനിമ എനിക്ക് കിട്ടില്ല. സീരിയസ്ലി ഞാൻ പറയാം, അത് ചെയ്യണമെന്ന് ഞാൻ പറയുന്നത്. ഇത് മോശമായി പറയുന്നില്ല, ചിരിക്കാൻ പറഞ്ഞില്ല, സീരിയസ്ലി നല്ല. കാരണം അത്ര ഫിനാൻഷ്യലി കേപ്പബിൾ ആയിട്ടൊരു പ്രൊഡ്യൂസർ, സിനിമ വല്ല സ്വപ്നം കാണുന്ന മറ്റൊരു പ്രൊഡ്യൂസർ, സിനിമയെ അത്രത്തോളം പാഷനായിട്ട്, കാരണം സംവിധാനം ഉണ്ടെങ്കിലും കയറി സംവിധാനം ചെയ്യുന്ന ഒരു നായകൻ, ഇതിന് നല്ലൊരു കോമ്പിനേഷൻ കിട്ടാനില്ല. സിനിമ എനിക്ക് തോന്നുന്നു രണ്ടാം ദിവസം 100 കോടി പോസ്റ്റ് വരും. ഞാൻ നോക്കിയിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ 1-2 അഭിപ്രായ വ്യത്യാസത്തിൽ ഞാൻ അത് വേണ്ട എന്ന് തീർക്കും. അതിൻ്റെ ഒരു ഈഗോയിലാണ് ഇത് മൊത്തം തീർച്ചയായിരിക്കുന്നത്. എനിക്ക് ഉറപ്പിച്ചതെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഇതിൽ അദ്ദേഹത്തിൻ്റെ ഒരു പങ്കുണ്ട് എന്നുള്ളത് സംശയത്തിൽ തന്നെ. അല്ല, അതിന്റെ ക്ലാരിറ്റി ഞാൻ തരാം. നിങ്ങൾക്ക് ഉറപ്പല്ല വേണ്ടത്. മുരളി കുന്നപ്പുറത്തിന്റെ ആദ്യത്തെ ഇന്റർവ്യൂ ഇന്നലെ എടുക്കാൻ മീഡിയ ഇവിടെ ഉണ്ട്. ആ മീഡിയക്ക് കൃത്യമായിട്ട് അറിയാൻ ഉത്തരം. എന്നാലും ആര് പറഞ്ഞിട്ടാണ് ആ വീഡിയോ ഇന്റർവ്യൂ എടുക്കാൻ പോയെന്നുള്ളത്, ആര് പറഞ്ഞിട്ടാണ് അതിന്റെ ഹെഡിങ്, അവിടുത്തെ ഹെഡിങ്ങിനാണല്ലോ ഈ പ്രശ്നങ്ങൾ മുഴുവൻ സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്നത്. ആ ഹെഡിങ് ആര് കൊടുത്തതാണ്? ഇവിടുത്തെ ഏറ്റവും മുഖ്യധാര മീഡിയ ഇവിടെ ഉണ്ട്. ആയുർവേദ മർമ്മ ചികിത്സയുടെ അവസാന വാക്ക്. ഓർത്തോ ന്യൂറോ രോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പാരമ്പര്യം. എടമനശ്ശേരി സ്പൈൻ ഹോസ്പിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ്, കോയമ്പത്തൂർ. പുള്ളി ആദ്യം തൊട്ട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. അതായത് മാളികപ്പുറം 100 കോടിയല്ലേ, അപ്പം ഈ പടം 100 കോടി കിട്ടില്ലേ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾ എന്താ പറയുന്നത്? ചേട്ടാ, പടം ഓടും, വിജയിക്കും, നമ്മുടെ കോൺഫിഡൻസാണ് പറയുന്നത്. പുള്ളി അതാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. പുള്ളിയുടെ വിഷമം പുള്ളിക്ക് ഈ പടത്തിന് 100 കോടി വന്നില്ല എന്നുള്ളതാണ്. 100 കോടി എല്ലാ പടം 100 കോടി അടിക്കാനുള്ള കഴിവുണ്ടായിരുന്നെങ്കിൽ ഇവിടെ എല്ലാ സിനിമ അടിക്കില്ലേ? 3-ാം ദിവസം ഞങ്ങളും പെടുത്തില്ലേ 100 കോടി കളക്ഷൻ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഞങ്ങളും പെടുത്തില്ല എല്ലാ പടത്തിലും. അങ്ങനെ എല്ലാ സിനിമയ്ക്കും സംഭവിക്കില്ല. ഒരു വർഷം മലയാളത്തിൽ എത്ര സിനിമകൾ വിജയിക്കുന്നുണ്ട്. ഇവിടുത്തെ പ്രൊഡ്യൂസർ അസോസിയേഷൻ ഈ കണക്കുകൾ കൃത്യമായി പുറത്തു വിട്ടപ്പോൾ അതിനെ പേടിച്ച് കുറെ പേര് എതിർത്തു. ഞാൻ പറയുന്നത് അത് കറക്റ്റ് കാര്യമായിരുന്നു. പടത്തിന്റെ കണക്ക് പുറത്തു വിടേണ്ടതാണ്. കാരണം അങ്ങനെ വരുമ്പോൾ ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഇത് ഒരു സിനിമ വിജയിക്കുന്നു, അതിന്റെ സംവിധായകനെ, എഴുത്തുകാരനെയും അതിന്റെ ടെക്നീഷ്യനെ, ആർട്ടിസ്റ്റിനെ വിളിച്ചു വരുത്തി ഒരു പ്രൊജക്ട് സെറ്റ് ചെയ്യുന്നു. ഇതിന്റെ പേരിൽ കാശ് എടുക്കുന്നു. നാളെ ഈ പൈസ തിരിച്ചു കൊടുക്കാൻ ഇല്ലാതാകുമ്പോൾ, അത് കൊടുക്കാനില്ലാതാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയിൽ വർക്ക് ചെയ്തവരൊക്കെ മോശം പറയുക. ഞങ്ങൾ ഇതേ ഇൻഡസ്ട്രി ഇനിയും വർക്ക് ചെയ്യേണ്ടവരാണ്. ഇനിയും സിനിമകൾ ചെയ്യാൻ വേണ്ടി വേറെ ഉള്ള ജോലി കളഞ്ഞിട്ടാണ് ഇവിടേക്ക് വരുന്നത്. അങ്ങനെ ഒരു അവസ്ഥയിൽ കഴിഞ്ഞ 2 ദിവസമായിട്ട് അനുഭവിക്കുന്ന ഒരു മാനസികാവസ്ഥയുണ്ട്. എനിക്ക് ഏറ്റവും വലിയ ഇതെന്താ വെച്ചാൽ, ഒരുപക്ഷെ ഇവരെ 2 പേരെക്കാട്ടിലും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ കുറച്ചുകൂടെ ആക്റ്റീവായി ഞാൻ നിൽക്കുന്നുണ്ടാവും. എനിക്കുള്ള ചീത്തവളി ഇത്തിരി കൂടുതലാണ്. ഞാനത് പ്രിന്റ് എടുത്തിട്ടുണ്ട്, നിങ്ങളുടെ മുന്നിൽ തന്നെ കാണിക്കാം. അതിൽ PR എന്താണെന്നുള്ള കൃത്യമായിട്ട് എനിക്ക് മനസ്സിലായി ഇന്നലെയാണ്. ഞാനത് കൃത്യമായിട്ട് ആ പേരടക്കം ഞാനിവിടെ പറയാം. അതിന് പല കാരണം കാണും. ഞാൻ മുന്നേ സിനിമയുടെ ഒരു പൊളിറ്റിക്കൽ സബ്ടൈറ്റിൽ കാണും. ആ പൊളിറ്റിക്കൽ അന്നോട്ട് എനിക്കറിയാം, അന്നോട്ട് എന്ത് പോസ്റ്റ് ഇട്ടാലും താഴെ വരുന്ന കമന്റുകൾ എനിക്കറിയാം. പക്ഷെ അതൊക്കെ ഒരു പരിധി ഉണ്ടായിരുന്നു. പക്ഷെ ഇത് ഒരു 1 സൈഡ് സ്റ്റോറി മാത്രം കേട്ടിട്ട് നമ്മളെ ആ രീതിയിൽ അറ്റാക്ക് ചെയ്യുക, നമ്മുടെ ഫോട്ടോസ് യൂസ് ചെയ്ത് ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളടക്കം ന്യൂസ് കൊടുക്കുക, ഇത് തെറ്റാണെന്ന് തെളിഞ്ഞു കഴിയുമ്പോൾ ഇതിനൊരു ഡീഫോമേഷൻ ഫയൽ ചെയ്ത് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ഈ ഒരു ആളുകളുടെ ട്രസ്റ്റ് തിരിച്ചു തരും. ഇതിപ്പോ എന്റെ മാളികപ്പുറത്തിന്റെ സുമതികളുടെ അവസ്ഥ റൈറ്റർ എന്ന രീതി ഞാൻ പറഞ്ഞാണ് ഈ സിനിമയെ സംഭവിച്ചത്. ഇതാണ് മുരളിച്ചേട്ടൻ. ഞങ്ങൾ അന്നും പറയുന്നുണ്ട്, മുരളിച്ചേട്ടാ, നിങ്ങൾ ഇത് കണക്ക് നമുക്ക് എല്ലാവർക്കും കൂടി ഇരിക്കാം. അദ്ദേഹം കണക്ക് നോക്കാൻ പറഞ്ഞാലും അദ്ദേഹത്തിന് ചില സമയത്ത് പെട്ടെന്ന് ഈ വെട്ടുവാദം പിടിച്ച ഒരു സ്വഭാവമുണ്ട്. അത് പക്ഷേ ഈ വെള്ളം സിനിമയുടെ കഥ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം. പക്ഷെ അദ്ദേഹം വിഡ്രോൾ സിൻഡത്തിന്റെ ആവാം, പെട്ടെന്ന് വയലന്റ് ആവും. നമ്മൾ പറയുന്നത് കേൾക്കാൻ നിൽക്കുന്നില്ല, വയലന്റ് ആവും. ഞാൻ എത്രയാണ് കണ്ടത് അദ്ദേഹത്തിന്റെ കൂടെയുള്ളവർ പോലും പേടിച്ചു പോകുന്നത്. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിൽ ഇയാളോട് നമ്മൾ കണക്കി വയ്ക്കാതിരിക്കുമ്പോഴത്തേക്ക് പുള്ളി പെട്ടെന്ന് അവിടെ ചാടിത്തുള്ളി ഇറങ്ങിപ്പോകും. അത് തെളിയിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പുള്ളി മീറ്റിങ്ങിന് വന്ന അവിടെ സ്ഥലങ്ങളിലെ CCTV ക്യാമറ നോക്കിയാൽ പുള്ളി ചാടിത്തുള്ളി ഇറങ്ങി പോകുന്നതും വണ്ടിയെ പോയി ബോണറ്റിൽ അടിക്കുന്നതും ഒക്കെ വീഡിയോസ് ഉണ്ട്. ഇദ്ദേഹത്തിന്റെ ഒരു ബേസിക് പ്രശ്നം, ആദ്യത്തെ സിനിമ ചെയ്യുന്നു നഷ്ടം വരുന്നു, 2ാമത്തെ സിനിമ ചെയ്യുന്നു നഷ്ടം വരുന്നു, 3ാമത്തെ സിനിമ ചെയ്യുന്നു നഷ്ടം വരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് 2 സിനിമയിൽ നഷ്ടം ഒരാൾക്ക് 3ാം സിനിമ കുറച്ച് വിജിലന്റ് ആവില്ല. മിനിമം കോമൺ സെൻസിൽ ഒരു കഥ തിരഞ്ഞെടുത്ത് ഈ പടം ഓടും, ഇത്ര ബഡ്ജറ്റ് എന്ന് പറഞ്ഞ് പുള്ളി ചെയ്യില്ല. കൃത്യമായ ഓഡിറ്റിങ് പോലും തരാതെ, കൃത്യമായ ബഡ്ജറ്റ് പോലും തരാതെ ഒരു വീഡിയോ ഇട്ട് പറയുകയാണ് ഞങ്ങൾ പറ്റിച്ചു, ഞങ്ങൾ കള്ളന്മാരാണ്. അത് ഏറ്റെടുക്കാൻ കുറേ മീഡിയാസ്. ഇദ്ദേഹത്തിന്റെ ബാക്കി കാര്യം, അതായത് കഴിഞ്ഞ 2 ദിവസം നടക്കുന്ന PR-നെ പറ്റിയുള്ള സംസാരം ഞാൻ സംസാരിക്കാം. കൃത്യമായ ആ കാര്യം ഞാൻ പറയാം. വിഷ്ണു സംവിധാനം അറിയില്ല എന്ന് പറഞ്ഞത്, പക്ഷെ സംവിധാനം അറിയാത്ത വിഷ്ണു ചെയ്ത ആദ്യത്തെ പടം പ്രൊഡ്യൂസറിന്റെ കണക്ക് പ്രകാരം, അതായത് അതിന്റെ വൺ ഓഫ് ദ പ്രൊഡ്യൂസർ വേണു കുന്നപ്പള്ളി എന്ന് പറയുന്ന പ്രൊഡ്യൂസറിന്റെ കണക്ക് പ്രകാരം അദ്ദേഹം പറഞ്ഞ ഇന്റർവ്യൂവിൽ 75 കോടി രൂപ ആ പടത്തിന് കിട്ടിയെന്ന് പറയുന്നു. അപ്പോൾ 75 കോടി കിട്ടിയ
സംവിധാനം അറിയാത്ത സംവിധാനം ചെയ്ത പടവും സുമതിയുളവിൻ്റെ അദ്ദേഹം മുരളിക്കുന്നുമ്പളത്തെ ഇന്നലെ കാണിച്ചതിൽ 15 കോടി രൂപയോളം പ്രോഫിറ്റ് വന്നു. മീൻസ് പ്രോഫിറ്റ് ബിസിനസ് നടന്ന സിനിമ, തിയേറ്റർ കളക്ഷൻ്റെ പ്രൊഡ്യൂസർ ഷെയറും എല്ലാം ചേർത്ത് 30 കോടിക്ക് അടുത്തോളം ഗ്രോസ് വന്നൊരു സിനിമയുടെ സംവിധായകനാണ് വിഷ്ണു. അദ്ദേഹത്തിന് 2 പടം ചെയ്തിട്ട് അദ്ദേഹത്തിന് സംവിധാനം അറിയില്ല. പിന്നെ അദ്ദേഹം കഴിഞ്ഞ 1 മാസമായിട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു പ്രശ്നം ഇതേ സിനിമയെ സംബന്ധിച്ചുള്ളത്. അപ്പോൾ അദ്ദേഹം പറയും, അദ്ദേഹം സംസാരിക്കും. അതിനുശേഷം നിങ്ങളോട് കൃത്യമായി ഈ സിനിമയ്ക്കല്ല കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇപ്പോൾ നടക്കുന്ന PR എന്തിൻ്റെ പേരിലാണ്, ഇതിന് പിന്നിലാരാണെന്ന് കൃത്യമായിട്ട് ഞാൻ സംസാരിക്കും. നമസ്കാരം. ഇപ്പോൾ പകുതി കാര്യങ്ങൾ തന്നെ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഉൾപ്പെടെയാണ് ഇപ്പോൾ സംസാരിച്ചത്. മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ 7 കോടി രൂപ ബഡ്ജറ്റ് പടത്തിന് ഇടയ്ക്ക് വെച്ച് ഡബിളായി എന്നുള്ളൊരു ന്യൂസാണ് പല മാധ്യമങ്ങളിലും കാണാനിടയായി. കൃത്യമായി 1 മാസം മുമ്പ് തന്നെ 14 കോടി അടുത്ത് അല്ലെങ്കിൽ അതിന് മുകളിൽ ഏകദേശം ഒരു 1 CR കൂടുതൽ ബഫർ ഇട്ടിട്ട് തന്നെയാണ് ബഡ്ജറ്റ് മുരളിച്ചേട്ടൻ എടുത്ത് പ്രസൻറ്റ് ചെയ്യുന്നത്. ഈ പടത്തിന് ഇത്രയും ദിവസമാവും, 90 ദിവസം. ഇതിലിപ്പോൾ പിച്ച് ഡെക്കിൽ നമ്മൾ 85 ദിവസമാണ് കൊടുത്തിരിക്കുന്നത്, പക്ഷേ 90 ദിവസമാവും. പ്രൊഡക്ഷൻ കൺട്രോളർ ആയിട്ടുള്ള സുനിൽ സിംഗിനും ഗിരീഷ് കൊടുക്കുന്നതിനോടും ഈ കാര്യം വ്യക്തമായി അവരുടെ സാന്നിധ്യത്തിൽ തന്നെ പ്രൊഡ്യൂസറിനെ അറിയിച്ച കാര്യമാണ്. 1 മാസം പോലെ നമുക്ക് ഈ പടം ഇങ്ങനെയാണെങ്കിൽ മുന്നോട്ട് ചെയ്യേണ്ട, എൻ്റെ കയ്യിൽ ഇത്രയുമാണ് എന്ന് പറഞ്ഞു നിൽക്കാനായിട്ട് ആള് എന്നെയും അഭിലാഷേട്ടനെയും കൂട്ടി ദുബായിൽ എൻ്റെ അമ്മേൻ്റെ കെയർ ഓഫിലുള്ള കുറേ ആൾക്കാരെ പോയി കാണാനായിട്ട് പ്രവർത്തിക്കുകയും അവർക്ക് ഇയാളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് വന്നപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തന്നെ എൻ്റെ അമ്മ തന്നെ എന്നോട് പറഞ്ഞു, എടാ ഇത് വേണോ, ഇയാളെ പറ്റി അത്രയും നല്ല വെടിപ്പായിട്ടുള്ള എല്ലാം അറിയണമെന്നുള്ള കാര്യം അമ്മ ഉൾപ്പെടെ പറഞ്ഞു. പക്ഷെ എന്നിട്ടും സ്വന്തം ഒരു ജ്യേഷ്ഠനെ പോലെ തന്നെ നമ്മൾ കൂടെ നിർത്തി. കാരണം അദ്ദേഹത്തിനുണ്ടായ കഴിഞ്ഞ സിനിമയിലുണ്ടായ വലിയ നഷ്ടങ്ങളും എന്നെ പറ്റിച്ച കുറേ ആൾക്കാരുടെ കണക്കും അന്നേരം നമ്മൾ പറഞ്ഞ് എന്താ പറയുക, ടോട്ടലി മാനിപ്പുലേറ്റ് ചെയ്തിരുന്നു എന്നെയും എൻ്റെ റൈറ്ററിനെ. 7 കോടി ബഡ്ജറ്റ് എന്ന് പറഞ്ഞ് ഞാൻ സുമതിയുളവ് സിനിമ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കൃത്യമായി 14 കോടി 15 കോടിക്കുള്ളിൽ ഫസ്റ്റ് കോപ്പി ആവും എന്നുള്ള വ്യക്തമായ ധാരണ കൊടുത്തിട്ടാണ് അതിനുള്ള തെളിവ് ഓൾറെഡി നിങ്ങളുടെ മുമ്പിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ തിങ്ക് സ്റ്റുഡിയോസിൽ പോയ കാര്യമൊക്കെ പറഞ്ഞ് എന്താ പകുതി കാര്യം നിങ്ങൾ പറഞ്ഞു. പിന്നെ എനിക്ക് റീസെൻ്റായിട്ട് ഞാൻ പുള്ളിയുടെ ഒരു പരാതി ഇന്നലെ പറഞ്ഞ് ഞാൻ കേട്ടു. അതായത് സുമതിയുളവ് ഇറങ്ങിയതിന് ശേഷം ഞാൻ പിന്നെ അദ്ദേഹത്തിനെ ഇതുവരെ റീച്ച് ഔട്ട് ചെയ്തില്ല. സുമതിയുളവ് റിലീസായതിനു ശേഷം ഫസ്റ്റ് ഡേ തന്നെ നിങ്ങൾക്ക് തന്നെ അറിയാം എത്രമാത്രം ഒരു സെക്ഷൻ ഓഫ് ആൾക്കാരുടെ ഒരു PR ടീം, അതായത് നമ്മൾ പല ആൾക്കാരുടെയും ഒപ്പീനിയൻസ് മാനിക്കുന്നുണ്ട്. സുമതി ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്, ഇഷ്ടപ്പെടുന്ന ആൾക്കാരുമുണ്ട്. പക്ഷേ ഫോഴ്സ്ഫുൾ ഹെയ്റ്റ് ക്യാമ്പയിൻ ഉണ്ടായതിൻ്റെ വ്യക്തമായ തെളിവ് നമ്മുടെ കയ്യിൽ കിട്ടി. അതിൻ്റെ എല്ലാം ഉത്തരം കുറച്ച് കഴിഞ്ഞാൽ അഭിലാഷം അത് പറയുന്നതായിരിക്കും. താഴെ പോകേണ്ട പടം നമ്മൾ കേരളത്തിലെ അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെ ഓടി നടന്ന് പ്രൊമോഷൻ ചെയ്ത് വീണ്ടും പൊക്കി കൊണ്ടുവന്ന് ഇന്നിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇന്നലെ മുരളിച്ചേട്ടൻ കാണിച്ച വീഡിയോ തന്നെ കിട്ടുന്നുണ്ട്. അതിൻ്റെ റവന്യൂ എത്രയാണ് വന്നിട്ടുള്ളത്. പിന്നെ എനിക്ക് സംവിധാനം അറിയില്ല എന്നുള്ളൊരു പ്രസ്താവന. പിന്നെ എന്തിനാണ് ചേട്ടാ എന്നെ സുമതിയോട് സെക്കൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾ വിളിക്കുന്നത്? പിന്നെ എന്തിനാണ് സുമതിയോട് മാത്രമല്ല, സെക്കൻഡ് അല്ല, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കഥയായിട്ട് ഒരു ഐഡിയ പറഞ്ഞപ്പോൾ എന്നെ വിളിച്ചു വരുത്തി. എന്നെയും ആ സുഹൃത്തിനും അദ്ദേഹത്തിൻ്റെ വൈറ്റിലയിൽ ഉണ്ടായിരുന്ന ഒരു ഓഫീസുണ്ട്, അവിടെ വെച്ചിട്ട് എനിക്ക് അദ്ദേഹം ഒരു അഡ്വാൻസ് തരികയും ചെയ്തു. ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ നിലവിലുള്ള പടത്തിൻ്റെ പൈസ ഇപ്പോഴും കിട്ടിയിട്ടില്ല ചേട്ടാ. അതായത് എനിക്ക് ഏകദേശം എൻ്റെ ഒരു കണക്ക് പ്രകാരം പുള്ളി ബാങ്ക് വഴി ഒരു 14-15 ഇടയിൽ ഒരു എമൗണ്ടാണ് എനിക്ക് ബാങ്ക് വഴി. അതിൽ പകുതി പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ എക്സ്പെൻസ് ആണ്. ഒരു പ്രൊഡക്ഷൻ പ്രൊവൈഡ് ചെയ്യേണ്ട പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ എക്സ്പെൻസ് ആണ് പുള്ളി അതിൽ സാലറി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. പ്രീ പ്രൊഡക്ഷന് നമുക്കൊരു താമസ കാര്യവും എല്ലാം പുള്ളിക്കാരും വന്നിരുന്നു. ഏകദേശം 6 മാസത്തോളം അതിന് മേളിൽ ഉണ്ടായിരുന്നു. കാരണം നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രീ
പ്രൊഡക്ഷൻ ആദ്യം സുമതിയോട് മാത്രമായിരുന്നില്ല, ജിംഗിൾ ബെൽസ് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് കൂടി ചേർന്നിട്ടാണ് ഈ ഒരു പ്രീ പ്രൊഡക്ഷൻ ടൈം ഉണ്ടായിരുന്നത്. പോസ്റ്റ് പ്രൊഡക്ഷന് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പോയിട്ട് വരികയായിരുന്നു ചെയ്തത്. എനിക്ക് ഈ പറഞ്ഞ പോലെ വലിയ കാറോ 2 പടമായി ഞാൻ ഇപ്പോഴും ഒരു ബൈക്കും മുമ്പും പിടിച്ചിട്ടാണ് ഇപ്പോഴും വരുന്നത്. സാമ്പത്തികമായി വളരെ ഒന്നും നേടിയിട്ടില്ല സിനിമ സത്യം പറഞ്ഞാൽ. ഇപ്പോൾ കുറച്ച് ചീത്ത പേരും ആൾക്കാർ മുമ്പിൽ കള്ളെന്നുള്ളൊരു അഡ്രസ്സ്. ഇന്നലെ തൊട്ട് ഈ നിമിഷം വരെ ഇങ്ങനെ ന്യൂസ് വന്നതിൽ ഈ ചില സിറ്റുവേഷനാണല്ലോ നമ്മൾ സുഹൃത്തുക്കളാണ് മനസ്സിലാക്കുന്നത്. എനിക്കും വിഷ്ണുവിനും വന്ന വെടികളിൽ എത്ര സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ആരൊക്കെ ഉണ്ടായിരുന്നു മനസ്സിലായ ഒരു മൊമെന്റ് ആയിരുന്നു കഴിഞ്ഞ 2 ദിവസം. ശരിക്കും പറഞ്ഞ ഒരു തിരിച്ചറിവുള്ള ദിവസം കഴിഞ്ഞ 2 ദിവസം. പക്ഷേ ജീവിതത്തിൽ ഒരു വലിയ ലൈഫിൽ ചില രസമുണ്ട് മൊമെന്റ് ആണ് 2 ദിവസം. അപ്പൊ ഈ പല ആളുകളോടും ഇത് സംസാരിച്ച് ഈ പടത്തിന് വേണ്ടി ഒന്ന് ഞങ്ങൾക്ക് വേണ്ടി സഹകരിക്കണം, പടം ഇറങ്ങിയിട്ട് നമ്മൾ തരാം എന്ന് പറഞ്ഞ് നിർത്തിയിട്ട് ഇവർ വിളിച്ച ഫോൺ പോലും എടുക്കാറില്ല. ഇന്നലെ അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, സൈജു ഗ്രൂപ്പ് വിളിച്ച് പറഞ്ഞു എനിക്ക് ശമ്പളം വേണ്ട എന്ന് പറഞ്ഞു. ഞാൻ സഹിച്ചേട്ടൻ അതിന്റെ റിയാക്ഷൻ അയച്ചപ്പോൾ പുള്ളി കണ്ണ് തള്ളി ഒരു ഇമോജി എനിക്ക് അയച്ചു. പുള്ളി എന്നെ വിളിച്ചിട്ട് എത്രയോ തവണ ഇദ്ദേഹത്തെ വിളിക്കും, സാരാം സഹിച്ചു എന്ന് പറയും. സഹിച്ചേട്ടൻ എന്നെ അവിടെ വിളിച്ചപ്പോൾ ഞാൻ പ്രാക്ടിക്കലി എന്താണ് ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞത്. സഹിച്ചേട്ടൻ ഇതാണ് ഈ പറയുന്ന തിയേറ്ററിന്റെ ഷെയർ ഒക്കെ വന്ന് ഇത് കണക്ക് സെറ്റിൽ ചെയ്തിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് സഹിച്ചു അന്നാ പിന്നെ കുഴപ്പമില്ല മുത്തേ, പുള്ളിയുടെ സ്ഥിരം പരിപാടിയാണ് മുത്തേ, അത് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അർജുന്റെ മാനേജർ സൈഡിൽ നിന്ന് അർജുൻ എപ്പോഴും വിളിക്കും, ഇദ്ദേഹം ഫോൺ വിളിക്കില്ല. ബാലുവിന്റെ സൈഡിൽ നിന്ന് വിളിക്കും. പക്ഷെ ഇന്നലെ അദ്ദേഹം പറഞ്ഞു എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇന്ന് ഈ പ്രസ് മീറ്റ് നടത്തി കഴിഞ്ഞാൽ ഇവരാരും അദ്ദേഹത്തിന് തിരിയരുത്, അവരെല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്തു, ഞങ്ങൾ മാത്രമാണ് അവരെ ദ്രോഹിച്ചത്. ഇന്നലെ അദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഉണ്ണി മൂന്നൻ ആണ് മാളികപ്പുറം സംവിധാനം ചെയ്തത്. അത് മിക്സിംഗ് സ്റ്റുഡിയോയിൽ നിങ്ങളോട് മിക്സിംഗ് സ്റ്റുഡിയോയിൽ വിഷ്ണു ചെന്നിട്ടില്ല, ഉണ്ണിയാണ് മുഴുവൻ ഇരുന്നത്. അതിന്റെ തെളിവ് MR രാജാകൃഷ്ണൻ, നമുക്കെല്ലാം അറിയാം, അദ്ദേഹം സിനിമയെല്ലാം മിക്സ് ചെയ്യുന്നത്, അദ്ദേഹം അതിന് തെളിവുണ്ട്, അദ്ദേഹം പറയുമെന്ന് പറഞ്ഞു. ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ ഞാൻ ലൈവായിട്ട് രാജേട്ടനെ വിളിക്കാം. ഈ രാജേട്ടൻ ആണ് സുമതിയോട് മിക്സ് ചെയ്തത്. രാജേട്ടൻ ഞാൻ പ്രസ് മീറ്റിലാണ്. രാജേട്ടാ, ഇന്ന് രാവിലെ നമ്മുടെ പ്രൊഡ്യൂസർ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അതായത് വിഷ്ണു ശശിധരൻ, ഇന്ന് രാവിലെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അതായത് നമ്മുടെ വിഷ്ണു ശശിശങ്കർ മിക്സിങ്ങിന് ഇരുന്നിട്ടില്ല, ഉണ്ണി മുതലാണ് ഫുൾ പടം ഇരുന്ന് മിക്സ് ചെയ്തത്. അങ്ങനെയല്ലല്ലോ, വിഷ്ണു അതിന്റെ ഡയറക്ടർ വിഷ്ണുവിനെ എന്റെ കൂടെ ഉണ്ടായിരുന്നു. ആള് ഉണ്ണി വന്നത് ആ ഫൈറ്റ് സീക്വൻസ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫൈറ്റിന്റെ ഒരു പോർഷൻ ഉണ്ട്, അത് മിക്സ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഉണ്ണിയോട്ട് വന്നത്. അല്ലാതെ നോക്കി പടം കാണാൻ പോലും എന്റെ കൂടെ ഇരുന്നിട്ടില്ല. ആ ഫൈറ്റിന്റെ ഭാഗം മാത്രം ഉണ്ണി എന്റെ കൂടെ ഇരുന്നു. ബാക്കി കംപ്ലീറ്റ് വിഷ്ണുവിനെ ഫൈനൽ കോൾ അയച്ചത്. ഓക്കെ ചേട്ടാ, ഞാൻ വിളിക്കാം. അങ്ങോട്ട് വന്നു, മറ്റേ ഫൈറ്റിനെ കുറിച്ച് മാത്രം എന്റെ കൂടെ ഇരുന്നു, അത്ര തന്നെ. അത് കാരണം പുള്ളി എത്രയും ഫൈറ്റ് അത്രയും ചെയ്തൊന്നും ഇതുണ്ടായിരുന്നു, ഐഡിയസുണ്ടായിരുന്നു. അതിനുവേണ്ടി മാത്രം എന്റെ കൂടെ ഇരുന്നിട്ടുള്ളൂ. പിന്നല്ല അത് ഫുൾ ടൈം അത് അതിനെ ഇവൻ ഇത് നിങ്ങളെ കേൾപ്പിച്ച വേറൊന്നുകൊണ്ടല്ല, ഇത് നിങ്ങൾ ഇന്ന് പലരും ഇതാക്കി ഇട്ടേക്കുന്ന ഞാൻ കണ്ടു, കാർഡാക്കി ഇട്ടേക്കുന്ന കണ്ടു. അതായത് വിഷ്ണു സംവിധാനം വരെ മിക്സിംഗ് ചെയ്ത പോലും ഉണ്ണി വിളിച്ചിരുന്നു പറഞ്ഞു പുള്ളിനെ. പക്ഷെ എന്തോ ചോദിച്ചാൽ പറഞ്ഞു വിഷ്ണുവിനെ വെച്ച് പടം ചെയ്യുമെന്ന് പറഞ്ഞു. വിഷ്ണുവിന്റെ സംവിധാനം അറിയില്ല. ഞാൻ ചോദിച്ചു, ചേട്ടാ നിങ്ങൾക്ക് ഞങ്ങൾ ഇത്ര നാൾ നിൽക്കുന്നുണ്ടോ, നിങ്ങൾക്ക് ഈ സിനിമ വർക്ക് ചെയ്ത് എത്രയോ പേരുണ്ട്, ഉണ്ണി മാത്രമല്ല സിനിമ അഭിനയിച്ചത്, സൈജു ചേട്ടനുണ്ട്, വർക്ക് ചെയ്ത് എത്രയോ ടെക്നീഷ്യന്മാരുണ്ട്, അവരെ വിളിച്ചു ചോദിച്ചതെന്ന് വെച്ചാൽ അതിൽ വർക്ക് ചെയ്ത് 1-2 പേരെയും വിളിച്ചു കൊടുക്കുകയും അപ്പം അതിനുശേഷം ഈ സിനിമ ചെയ്യുമ്പോഴൊക്കെ വിഷ്ണു ശശിധരനെ പുള്ളിക്ക് ഇഷ്ടമാണ്, ഓക്കെയാണ്. ഉണ്ണി മൂന്നൻ ഇന്നലെ വിളിഞ്ഞാന്നു അദ്ദേഹത്തിനെ വിളിച്ചു എന്ന് പറഞ്ഞു, അടുത്ത സിനിമ ചെയ്യാൻ ഞാൻ തയ്യാറാ ചേട്ടാന്ന് പറഞ്ഞു. ഞാൻ പറയുന്നത് ഒരു നല്ല കാര്യമാണ്, കാരണം ഒരാളുടെ ഒരു അവസ്ഥ കണ്ട് ഉണ്ണി മൂന്ന് ഒരു ഡേറ്റ് കൊടുക്കുമ്പോൾ അത് തീർച്ചയായിട്ടും ഉണ്ണിയുടെ വലിയ മനസ്സാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ മാളികപ്പുറത്തിന്റെയും മാർക്കോടെയും ഇടയിൽ ഉണ്ണിയുടെ ഇറങ്ങിയ സിനിമകളുണ്ട്, നഷ്ടമുള്ള സിനിമകളുണ്ട്, അതിന്റെ പ്രൊഡ്യൂസേഴ്സ് ഇവിടെയുണ്ട്, അവരുടെയും വീട്ടിൽ ചെല്ലണം അത് ഉണ്ണി, അവർക്കും ഡേറ്റ് കൊടുക്കണം. ഈ
മറ്റേ മുട്ടനാടുകൾ തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ ഇടയിൽ വന്ന് മറ്റേ ചോര കുടിക്കുന്ന ചെന്നായ്ക്കളുടെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് അത് റിയാലിറ്റിയിലുണ്ട്. ഉണ്ണിമൂന്നല്ല, വേറെ ആളുകളുണ്ട്. ഉണ്ണിമൂന്നിന്റെ വിഷയം ഞാൻ ക്ലിയർ പറയാം. അതിനുശേഷം വിഷ്ണു ശശിശങ്കറിന്റെ കുറച്ചുകൂടെ വിഷ്ണു പറയാമെന്ന വിഷയം അത്. ഉണ്ണിയുടെ വിഷ്ണുവിന്റെ ഒരു തമിഴ് പടം ഓണായി. വിഷ്ണു അത് സോഷ്യൽ മീഡിയയിൽ അനൗൺസ് ചെയ്തിരുന്നു. അതിന്റെ പൂജ നടന്നിരുന്നു. ഞാനും അത് ഷെയർ ചെയ്തിരുന്നു. ആ പൂജ കഴിഞ്ഞ് ആ ന്യൂസ് പുറത്തു വന്ന 2-ാം ദിവസം അതിന്റെ പ്രൊഡ്യൂസറിന്റെ ഫോണിലേക്ക് ഈ പറയുന്ന മുരളി കുന്നംപുറത്തിന്റെ മെസ്സേജ് പോയി. അദ്ദേഹം അയച്ച മെസ്സേജ് ഇതാണ്, നമ്മുടെ ഇവിടെ നമ്മൾ കാണിക്കുകയും ചെയ്യാം. ഈ സംവിധായകരെ വെച്ച് സിനിമ ചെയ്യരുത്, ഇയാൾക്ക് സിനിമ ചെയ്യാൻ അറിയില്ല, ഇയാൾ കാരണം എൻ്റെ കഴിഞ്ഞ പടം ഒരുപാട് പൈസ പോയി, അതിന് തെളിവ് വേണമെങ്കിൽ അതിന്റെ മുന്നത്തെ പടത്തിന്റെ വൺ ഓഫ് ദ പ്രൊഡ്യൂസർ, അതായത് 2 പ്രൊഡ്യൂസേഴ്സ് ആണ്, ആൻഡോ ചേട്ടനും വേണു ചേട്ടനും, അതിൽ വൺ ഓഫ് ദ പ്രൊഡ്യൂസറിനെ വേണു ചേട്ടനെയാണ് പറയുന്നത്, വിളിക്കണം, അല്ലെങ്കിൽ അതിന്റെ ഹീറോയെ വിളിക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് ഇട്ടു, മെസ്സേജ് അയച്ചു. നിങ്ങൾ ആലോചിച്ച് വെക്കണം, ഈ വീഡിയോ പുറത്തു വന്നത് 2 ദിവസം മുന്നെയാണ്. രക്ഷകനെ പോലെ ഇന്നലെയും മിനിഞ്ഞാന്നുമാണ് ഇവരൊക്കെ അദ്ദേഹത്തെ വിളിച്ചു എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ എങ്ങനെ പുള്ളിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും? അതിന് 1 മാസം മുന്നേ വിഷ്ണുവിന്റെ പ്രൊഡ്യൂസറിന്റെ അടുത്ത് ഇവരോട് ചോദിക്കാൻ എന്ന് പറയുമ്പോൾ കൃത്യമായി ഇതിനകത്ത് ഉണ്ടായിരുന്ന ഒരു പ്ലാനിങ് ഞങ്ങൾക്ക് വ്യക്തമാണ്. കൃത്യമായ പ്ലാനിങ് വ്യക്തമാണ്. ഇത് ഏത് വഴിക്കാണ്, എങ്ങനെയാണ്. ഞങ്ങൾ കുഴിയിൽ ചാടിക്കുന്നു. ഇങ്ങനെ കോമൺ ആണ്. ഇദ്ദേഹത്തിന്റെ ഒരു സ്ഥിരം പരിപാടി ചെയ്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പ്രൊഡ്യൂസർ അസോസിയേഷൻ കണക്ക് വിട്ട സമയത്ത് ഇദ്ദേഹം പ്രതിഷേധിച്ചിട്ടുണ്ട്. ഇതുപോലെ ഇതിനു മുന്നേ അതായത് ഇന്റർവ്യൂസ് ഒക്കെ അറിയാം. ഞാൻ ചോദിക്കുന്നത്, എനിക്ക് പണി അറിയില്ലെങ്കിൽ എന്നെ വെച്ച് ഞാൻ 6 പടം ചെയ്തതിൽ 3 പടവും പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് അദ്ദേഹമാണ്. 2 പ്രൊഡ്യൂസർ, ആൻഡോ ചേട്ടനും വേണു ചേട്ടനും. ഞാൻ ഈ 3 പടം ചെയ്തേക്കുന്നത് ഒരാൾക്ക് ആൻഡോ ചേട്ടൻ വേണ്ടിയാണ്. എന്തൊക്കെ എന്നെ സിനിമയിലേക്ക് ഇത്രയും ഹെൽപ്പ് ചെയ്യുകയും എന്നെ സിനിമയിലേക്ക് കൊണ്ടുവന്ന എന്നൊരു ചിന്തയിലാണ്. ഇതൊരു പ്രൊഡ്യൂസറാണ് വേണു ചേട്ടൻ. അദ്ദേഹത്തിന് എന്നോടുള്ള പ്രശ്നം തുടങ്ങിയേക്കുന്ന ഇവിടെ നിന്നുമല്ല. ഞാൻ നൈറ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ ആൻഡോ ചേട്ടനാണെങ്കിൽ അന്ന് അറിയുന്നത്, വേണു ചേട്ടനൊക്കെ അറിയില്ല. വേണു ചേട്ടൻ അതിനിടയിൽ എപ്പോഴാണ് ഒരു ദിവസം കണ്ടിട്ടുള്ളത്. ആ പടം കോവിഡ് സമയത്ത് ഇറങ്ങുന്നു. ആ പടം വലിയ ട്രെൻഡിങ് ആവുന്നു. ഇന്നും കേരളത്തിന് പുറത്തു പോയാൽ മാളികപ്പുറത്തേക്കാൾ കൂടുതൽ എന്നെ ആളുകൾ സംസാരിക്കുന്ന നൈറ്റ് ഡ്രൈവിനെ പറ്റിയാണ്. ആ സിനിമയുടെ ഒരു എഴുത്തുകാരന്റെ മോശം, കഥ മോശമാണെങ്കിൽ ആ സിനിമയുടെ റീമേക്ക് വെച്ച് ഹിന്ദിയിൽ വീനസ് എന്ന കമ്പനി വാങ്ങിച്ചിട്ടുണ്ട്. അതിന്റെ സ്റ്റോറി റീമേക്ക് വാങ്ങിച്ചിട്ടുണ്ട്. അവിടെ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന്റെ തെലുങ്ക് പോയിട്ടുണ്ട്. അപ്പം ആദ്യത്തെ പടം അവിടുത്തെ റൈറ്റർ ഇന്നലെ പറഞ്ഞ അദ്ദേഹം പറഞ്ഞ ഫേസ്ബുക്ക് പോസ്റ്റ് പ്രകാരമാണെങ്കിൽ ഞാൻ മോശം റൈറ്റർ ആണെങ്കിൽ എന്റെ 2ാമത്തെ പടം മാളികപ്പുറവും അദ്ദേഹം തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആൻഡോ ചേട്ടനും അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിന്റെ നിർമ്മാണ സമയത്ത് ഒരു സമയത്ത് ശബരിമലയിൽ അദ്ദേഹം എത്തുകയും അദ്ദേഹം കുറച്ച് കറക്ഷൻസ് ഒക്കെ പറഞ്ഞു. ശബരിമല വെച്ച് നമുക്ക് അദ്ദേഹത്തെ ഷൂട്ട് ചെയ്ത് അദ്ദേഹം വിഷ്വൽ കാണിക്കുന്നു. അന്ന് അദ്ദേഹം എന്നെ വിഷ്വലിനെ മാറ്റിയെടുത്ത ഒരു കാര്യം പറഞ്ഞു, ഈ സിനിമയുടെ ക്ലൈമാക്സ് മാറ്റണമെന്ന് പറഞ്ഞു. അതായത് ഈ സിനിമയിലെ ക്ലൈമാക്സിൽ ഉണ്ണിയും പൊന്നിനെ പോലീസാക്കി നിർത്തണ്ട, ഇതിനെ അയ്യപ്പനാക്കി തന്നെ നിർത്തണം എന്ന് അദ്ദേഹം പറഞ്ഞു. അന്ന് ഞാനും വിഷ്ണു അത് ഒരിക്കലും നടക്കില്ല. കാരണം ഈ സിനിമയുടെ സക്സസ് എന്ന് പറഞ്ഞാൽ ഇതിനെ ഭയങ്കര റിയാലിറ്റിയിൽ അല്ലെങ്കിൽ റിയലിസ്റ്റിക് ആയിട്ട് ഇതിനെ കൊണ്ട് ക്ലൈമാക്സ് നിർത്തിയാൽ മാത്രമേ ഈ സിനിമ വിജയിക്കുന്ന വാശി. അന്ന് അദ്ദേഹത്തിന് അത് വലിയ ഈഗോ ആയിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ പല വേദികളിലും അദ്ദേഹം ആ സമയത്ത് അദ്ദേഹത്തിന്റെ 3 പടങ്ങളാണ് ഇറങ്ങുന്നത്. മാളികപ്പുറം വെച്ച് മറ്റ് 2 പടത്തെ പറ്റി അദ്ദേഹം ഭയങ്കര പ്രതീക്ഷ പറയുമ്പോൾ മാളികപ്പുറത്തെ ഒരു വളരെ ചെറിയ പടമാണ് അത്. ഉണ്ണിയുടെ പടം ആ സമയത്ത് ഒന്നും ഓടുന്നില്ല. ഉണ്ണിയുടെ പടത്തിന് ബിസിനസ് ഇല്ല എന്ന രീതിയിൽ നല്ല സംസാരം വന്നപ്പോൾ മാളികപ്പുറം ഒരു വലിയ സക്സസിലേക്ക് പോവുകയും ഈ പറയുന്ന 100 കോടിയുടെ കളക്ഷൻ റിപ്പോർട്ട്സ് വരെ അന്നത്തെ പ്രൊമോഷൻ സമയത്ത് പുറത്തു പോയപ്പോൾ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ഈ അടുത്ത സമയത്ത് ഒരു ഇന്റർവ്യൂ പോയി പറയുന്നത്, എനിക്ക് കഥയുണ്ട്. ആ സിനിമ നമുക്ക് അത് തിരക്കഥയാക്കി സിനിമ ചെയ്യാം, പ്ലാൻ ചെയ്യാൻ പറഞ്ഞു. ഞാനത് വായിച്ചു. ഞാൻ മോശം എന്ന് പറയുകയല്ല, എന്റെ ബെറ്ററായ കഥകളും അല്ലെങ്കിൽ കഥാപാത്രങ്ങളും നമുക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ചേട്ടാ ഇത് എന്റെ ടേസ്റ്റ് പറ്റിയത് അങ്ങനെ പറഞ്ഞ് അദ്ദേഹത്തെ വിഷമിപ്പിക്കാതിരിക്കാനാണ്. പ്രാക്ടിക്കലി ഉടനെ വിഷമിപ്പിക്കാതിരിക്കാൻ പറഞ്ഞത്. എനിക്കത് വർക്കായില്ല കഥകളൊന്നും. അന്ന് അദ്ദേഹം എൻ്റെ അടുത്ത് കൊണ്ട് തനിക്ക് എന്തറിയാം ഇതൊക്കെ ഹിറ്റ് ആകാൻ പോകുന്ന കഥകളാണ്. ഞാൻ ചേട്ടാ ധൈര്യമായിട്ട് ചെയ്യും. കാരണം മാമാങ്കം മുതൽ അത് നമ്മൾ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ്. അദ്ദേഹം ചെയ്യട്ടെ, നമുക്ക് ഒരു പ്രശ്നമില്ല.
നമുക്ക് ഒരു പ്രശ്നം പുള്ളി ചെയ്തോട്ടെ, കാരണം കയ്യിൽ കാശുണ്ട്, അവിടെ പുള്ളിക്ക് എന്ത് കോൺഫിഡൻസിൽ എന്ത് ചെയ്യാം, ഞാൻ ചെയ്തോടെന്ന് പറഞ്ഞു. അതിനുശേഷം ആനന്ദ് ശ്രീബാല ആലോചിച്ച് നോക്കണം, എഴുതാൻ അറിയാത്ത എൻ്റെ മൂന്നാമത്തെ സിനിമ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇന്നലെ അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ, മുരളി പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ ആനന്ദ് ശ്രീബാല നഷ്ടമായിരുന്നു. ആയിക്കോട്ടെ, മാളികപ്പുറത്തിന്റെ 10-1 ആയിട്ടില്ല ആനന്ദ് ശ്രീബാലയുടെ ബഡ്ജറ്റ്. ആ സിനിമയുടെ ഔട്ട് കണ്ടായിട്ട് സംവിധാനം ജീവിച്ചിരിപ്പുണ്ട്, വിനയൻ സാറിന് പറയുന്നത് വിഷ്ണു. ആ സിനിമ ഇറങ്ങി പുറത്ത് വന്ന് അത് മിക്സർ റിവ്യൂ ആയിട്ട് പോലും തിയേറ്ററിൽ ആളുന്ന സമയത്ത് ഇദ്ദേഹം ആ ഡയറക്ടറെ വിളിച്ച് പ്രൊമോഷൻ ചെയ്യില്ല, ഞാൻ ഓടിക്കില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം പറഞ്ഞു. ഒരു സംവിധായകന്റെ അവസ്ഥ, അവന്റെ ആദ്യത്തെ പടമാണ്, കയ്യിൽ കാശുള്ള ഒരു പ്രൊഡ്യൂസറിന്റെ ദാർഢ്യം. ഇന്ന് ഞാൻ പറയുന്നത്, ഈ പ്രസ് മീറ്റ് കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ഇനിയും സോഷ്യൽ മീഡിയ അറ്റാക്ക് ഞങ്ങൾക്ക് നേരെ ഉണ്ടാവും. കാരണം കഴിഞ്ഞ 2 ദിവസം നടന്ന PR വർക്ക്സ് ഞങ്ങൾ കാണുന്നതാണ്. കാശ് കൊടുക്കാതെ ഒരു PR ഇവിടെ പണിയെടുക്കില്ല എന്ന് കൃത്യമായിട്ട് എന്റെ മുന്നിൽ എല്ലാ മീഡിയ കേൾക്കാൻ ഞാൻ പറയുന്നത്. ഇത് ഞാൻ പേര് പറയുന്നില്ല, നിങ്ങളിൽ എനിക്ക് അറിയാവുന്നത് തന്നെ എൻ്റെ അടുത്ത് ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിൽ ആർക്കൊക്കെ കാശ് ഓഫർ വന്നു എന്നുള്ളത്. സത്യസന്ധമായി പറഞ്ഞ് ഞങ്ങളത് ചെയ്യില്ല എന്ന് പറഞ്ഞ് എന്നോട് വന്ന മീഡിയ പ്രവർത്തകരുണ്ട്. എന്നാൽ അത് വാങ്ങിച്ച ടീംസ് ഉണ്ട്, അതിനെ കാണുന്നുണ്ട്, സോഷ്യൽ മീഡിയയിൽ കംപ്ലീറ്റ് കാണുന്നുണ്ട്. ഇനി ഇതില് ഇന്നലെ പറഞ്ഞ അടുത്ത കാര്യം, ഉണ്ണി മോഹൻ അദ്ദേഹത്തിന് ഡേറ്റ് കൊടുത്തു പടം ചെയ്യാനായിട്ട്. നല്ല കാര്യം, അദ്ദേഹം പടം ചെയ്യണം. അതിന് വേണു കുന്നപ്പള്ളി ഫണ്ട് ചെയ്യാന്ന് പറയുന്നു, തീർച്ചയായിട്ടും ചെയ്യണം. ഞാൻ പറഞ്ഞത് നല്ല കോമ്പിനേഷൻ ആണ്. ഉണ്ണി മോഹൻ, വേണു കുന്നപ്പള്ളി, മുരളി കുന്നപ്പള്ളി, ഇതുപോലൊരു കോമ്പിനേഷൻ മലയാള സിനിമ ഇനി കിട്ടില്ല. സീരിയസ്ലി ഞാൻ പറയാം, അത് ചെയ്യണമെന്ന് ഞാൻ പറയുന്നത്. ഇത് മോശമായി പറയുന്നില്ല, ചിരിക്കാൻ പറഞ്ഞില്ല, സീരിയസ്ലി നല്ല, കാരണം അത്ര ഫിനാൻഷ്യലി കേപ്പബിൾ ആയിട്ടൊരു പ്രൊഡ്യൂസർ, സിനിമ വല്ല സ്വപ്നം കാണുന്ന മറ്റൊരു പ്രൊഡ്യൂസർ, സിനിമയെ അത്രത്തോളം പാഷനായിട്ട്, കാരണം സംവിധാനം ഉണ്ടെങ്കിലും കയറി സംവിധാനം ചെയ്യുന്ന ഒരു നായകൻ, ഇതിൽ നല്ലൊരു കോമ്പിനേഷൻ കിട്ടാനില്ല. ആ സിനിമ എനിക്ക് തോന്നുന്നു 2-ാം ദിവസം 100 കോടി പോസ്റ്റ് വരും, എനിക്ക് ഉറപ്പുള്ള കാര്യം. ഉണ്ണിമൂന്നല്ല പ്രശ്നം, വിഷ്ണുവിന്റെ പ്രശ്നമാണ് കണ്ടിട്ടുണ്ട്. സോറി അല്ല, ഉണ്ണിനെ കണ്ടിട്ടുണ്ട്. എനിക്ക് ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞല്ലേ, സൗഹൃദങ്ങൾ ആരൊക്കെയാണ് എന്തൊക്കെയാണ് തിരിച്ചറിയാൻ പറ്റിയ ദിവസങ്ങളായിരുന്നു ഇത്. ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല ഇങ്ങനത്തെ സംഭവം. ഒരാൾ ഓക്കെ, ഇപ്പൊ നമ്മൾ കാണാറുണ്ട്, ഒരാൾ വയ്യാതിരിക്കുന്നത്, അയാൾക്ക് സാമ്പത്തിക സഹായം വേണമെങ്കിൽ അതിൽ ഒരു കൂട്ടം മീഡിയയെ കൊണ്ടുപോയിട്ട് ഞാൻ എന്താ സഹായിക്കുന്നു എന്ന് പറഞ്ഞ് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിലിട്ട് അറ്റൻഷൻ കിട്ടുന്നവരെ നമ്മൾ കാണുന്നുണ്ട്. എനിക്ക് അത്രയും ചീപ്പായിട്ട് ഇതിനെ തോന്നിയത്. കാരണം ഒരാളെ വിളിച്ച് സഹായിക്കാൻ, ഓക്കെ നമ്മൾ സഹായിക്കുന്ന ചേട്ടാന്ന് പറഞ്ഞാൽ അത് പറഞ്ഞവിടെ വിടണം. ഇന്ന് ഉണ്ണി ഇട്ടേക്കുന്ന ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് ഞാൻ കണ്ടു, സത്യം ഒരു ദിവസം പുറത്തു വരും എന്ന്. അത് അത് ഇന്നലെ തൊട്ട് കാണുന്ന PR വർക്സില് ഉണ്ണിമൂന്നിന്റെ പോസ്റ്റുകളാണ്, ഉണ്ണിമൂന്നിനെ പൊക്കി പറഞ്ഞുകൊണ്ടുള്ള ഉണ്ണിമൂന്നിന്റെ പോസ്റ്റുകളാണ്. അവിടെയൊക്കെ ആലോചിച്ച് നോക്കണം, ഒരു ചെറുപ്പക്കാരന്റെ ജീവിതമാണ് പോകുന്നത്. വിഷ്ണുവിന്റെ സംവിധാനം അറിയില്ല, ഉണ്ണിമൂന്നിനാണ് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് PR വർക്കുകളാണ്. നിങ്ങൾക്ക് അല്ല, ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ കയ്യിൽ സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ, അതിൽ കയറിയാൽ ഈ സാധനം, അതായത് എനിക്ക് അവരോട് പറയാനുള്ളത്, ആരാണെങ്കിലും പറയാനുള്ളത്, നിങ്ങൾ കാശ് വാങ്ങിക്കുകയാണെങ്കിൽ പണിയെടുക്കുക. ഒരേ കണ്ടന്റ് കോപ്പി പേസ്റ്റ് ചെയ്തിടല്ലോ, ഭയങ്കര മോശമാണ്. നിങ്ങൾ കാശ് വാങ്ങിക്കുന്നതോട് കാണിക്കുന്ന മോശമായ കാര്യം അത്. ഒരേ കണ്ടന്റ് കോപ്പി പേസ്റ്റ് ചെയ്ത് പല സ്ഥലങ്ങളിൽ. ഇനി വേറൊരു കാര്യം, ഈ വ്യക്തിയല്ല, ഇത് അക്കൗണ്ടിന്റെ പേര് ഫേക്കാണ്, പക്ഷെ ഹാരിസ് ഖാൻ എന്ന് പറയുന്ന 22K ഫോളോവേഴ്സ് ഉള്ള ഒരാൾ. ഇദ്ദേഹത്തിന്റെ പരിപാടി എന്ന് പറയുന്നത് പേഴ്സണൽ അറ്റാക്ക്. അതായത് എന്റെ ഇൻസ്റ്റ, ഫേസ്ബുക്ക് തുടങ്ങിയ സ്ഥലങ്ങളിൽ വന്ന് ഒരേ സാധനം വളരെ മോശമായിട്ട് ബാക്ക് ടു ബാക്ക് ഇടുന്ന ഒരാൾ. ഇതാരാന്ന് എനിക്കറിയില്ല, ഞാൻ സൈബർ പോലീസ് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിൽ ഇരിക്കുന്ന പലർക്കും അറിയാം ഇത് ആരായിരിക്കും എന്നുള്ളത്. ഞാൻ മുഖ്യധാര മാധ്യമങ്ങളല്ല പറയുന്നത്, ഓൺലൈൻ മാധ്യമങ്ങൾ കൃത്യമായി അറിയായിരിക്കും ഇത് ആരായിരിക്കും എന്നുള്ളത്. അല്ല ചേട്ടാ, ഇത് ഞാൻ പറഞ്ഞ എനിക്കാണ് ഇങ്ങനെ അറിയത്തുള്ളൂ. ഇത് കാര്യം എന്താ വെച്ചാൽ ഉറപ്പായിട്ട് ഇയാളെ അറിയാമെങ്കിൽ ഇതിന്റെ ഓൺലൈൻ മാധ്യമങ്ങൾ ആർക്കായിരിക്കും ഇയാളെ അറിയാതെ. കാരണം അത് പറയാൻ കാരണം അല്ലല്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഈ PR എടുക്കുന്ന അല്ലല്ലോ, ഒരു മിനിറ്റ് ചേട്ടാ, ഇവിടെ ഒറ്റ മിനിറ്റ്. ഇവിടെ ഈ സിനിമയുടെ പ്രൊമോഷൻ കൊടുക്കുമ്പോൾ ഞാനടക്കം കൊടുക്കുന്നതാണല്ലോ. കൊടുക്കുന്ന സമയത്ത് നമ്മുടെ സിനിമയെ പറ്റിയുള്ള പോസ്റ്റേഴ്സ് വരുന്ന എല്ലാം ജെനുവിൻ അക്കൗണ്ടിലാണോ? ഇത് ഇവര് കുറെ അക്കൗണ്ട്സ് ഉണ്ടല്ലോ. ഞാൻ ഓൺലൈൻ മീഡിയ എന്ന് പറയുന്ന ഇരിക്കുന്ന എല്ലാവരെയും കുറ്റപ്പെടുത്തി പറയുകയല്ല. ഞാൻ ഒരിക്കലും നിങ്ങളുള്ളതുകൊണ്ടാണ് സിനിമ, നിങ്ങൾ ഏറ്റവും വലിയ, ഞാൻ പറയാം, സുമതിയോട് വിജയിച്ചതിന് ഏറ്റവും വലിയ കാരണം നിങ്ങളാണ്. നിങ്ങൾ എത്ര ദിവസം എന്നോട് വന്ന് എനിക്കറിയാം. ഞാൻ PR വർക്ക് കൊടുക്കുമ്പോൾ ഇവിടുത്തെ PR ടീംസ് എല്ലാവർക്കും അറിയാലോ, മെയിൻ PROs
അവർക്കറിയാം അവർ കൊടുക്കുന്ന കുറെ ആളുകൾക്ക് ഇത് സബ് കോൺട്രാക്ട് കൊടുക്കും. അവർ ഈ കണ്ട ചാത്തൻ അണ്ടർ അളവോടെ പോസ്റ്റുകൾ വരുന്ന എല്ലാ പേജുകളിലും ഈ സാധനം വരും. അങ്ങനെ വരുന്ന ഇതിൽ സിനിമ പ്രൊമോഷൻ ചെയ്യുന്ന ഒരു പേജാണിത്. വ്യക്തിയല്ലാതെ എനിക്ക് അറിയാം, ഇതൊരു സിനിമ പ്രൊമോഷൻ ചെയ്യുന്ന പേജാണ്. അയാൾ ബാക്ക് ടു ബാക്ക് പോസ്റ്ററുകൾ ഇടുകയാണ്, കാർഡുകൾ ഉണ്ടാക്കി ഇടുകയാണ്. എംപ്ലോയീസ് അങ്ങനെന്തോ പറഞ്ഞിട്ട് ഒരു അതായത് ബി ഫോർ പ്ലേസ് ലവ് ഇങ്ങനെയുള്ള ഇവിടെ ഉണ്ടോ? ഇവിടെ വന്നിട്ടുണ്ടാകാൻ വഴിയില്ല. കാരണം എന്താ വെച്ചാൽ അദ്ദേഹം ഇന്നിട്ടേക്കുന്ന ഒരു പോസ്റ്റാണ്. അതായത് ഞാൻ ഇതിനെതിരെ പ്രതികരിച്ചു എന്ന്. നിങ്ങൾ ഇതിൽ ഇത്രയും മീഡിയ എത്ര പേരെ വിളിച്ചോട്ടെ, കഴിഞ്ഞ 2 ദിവസം കൊണ്ട് ഞാൻ പ്രതികരിച്ചിട്ടുണ്ടോ? ഞാൻ പ്രതികരിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയാത്തൊരു വാർത്തയാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നത്. ഇതാരാന്ന് എനിക്കറിയില്ല സീരിയസ്ലി. മറ്റൊരു മാധ്യമത്തിൽ ഞാൻ കണ്ടു അഭിലാഷയുടെ ഇതിൽ അസോസിയേഷൻ ഇടപെടും, അസോസിയേഷൻ വഴി ഞങ്ങൾ തീർക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലും ഞാൻ കഴിഞ്ഞ 2 ദിവസം ഇന്ന് രാവിലെയാണ് വാട്സാപ്പിൽ ഞാനൊരു സ്റ്റോറി ഇടുന്നത്. ട്രൂത്ത് വിൽ സ്പീക്ക് 1 o'clock എന്ന് പറയുന്ന ഒരു സാധനം ഞാൻ ഇട്ടത്. ആരോട് ചോദിച്ചിട്ടാണ് ഈ കണ്ടന്റ് എടുത്ത് കൊടുക്കുന്നത് മനസ്സിലാവുന്നില്ല. പിന്നെ PR-നെ പറ്റി പറഞ്ഞ PR-നെ പറ്റി ഇവിടെ അറിയാലോ, നിങ്ങൾക്ക് തന്നെ അറിയാം, ഈ നിൽക്കുന്നവർക്ക് തന്നെ അറിയാം നെഗറ്റീവും പോസിറ്റീവും PR ആരാന്നുള്ളത്. ഞാൻ പറഞ്ഞത് ചെയ്തു, കുറച്ച് എത്തിക്സ് കാണിക്കുകയാണ്. ഞങ്ങൾക്ക് കുടുംബമുണ്ട്. അല്ല, അതാണ് പറഞ്ഞത്. ഇത് തുടക്കം മുതൽ ആ സിനിമ ഇറങ്ങുന്ന സമയം മുതൽ ഉണ്ണി പല സ്ഥലത്തും പ്രത്യക്ഷത്തിലും അല്ലാതെയും പറയുന്ന ഒരു കാര്യമാണ്, അത് ഉണ്ണിയാണ് ഡയറക്റ്റ് എന്നുള്ളത്. ഇത്രയും നാളും ഞങ്ങളത് പബ്ലിക് ഫോറത്തിൽ പറയുന്നത് വെച്ചാൽ ഇതങ്ങ് കഴിയട്ടെ എന്ന് കഴിഞ്ഞാണ്. കാരണം സുമതിയോട് ഞാൻ ചെയ്യാനുള്ള മെയിൻ കാരണം ഞാൻ തുറന്നു പറയാം. ഇപ്പൊ വിഷ്ണുവിന്റെ സംവിധാനം ഞാൻ മാളികപ്പുറം പോലും വീണ്ടും വിഷ്ണുവിന്റെ പേര് പറഞ്ഞത്. വേറെ എത്രയോ ഡയറക്ടേഴ്സ് എന്നോട് കഥ ചോദിക്കാറുണ്ട്, എത്രയോ പ്രൊഡ്യൂസേഴ്സ് ചോദിക്കാറുണ്ട്. എനിക്ക് അവരെ വിശ്വാസമുള്ളതുകൊണ്ടും ഈ പണി അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. അങ്ങനെയാണ് മാളി ഡയറക്ട് ചെയ്തത്. അപ്പൊ സുമതിയോട് ആരെ ഡയറക്ട് ചെയ്തത്? അർജുന അശോകനോ? അർജുനോട് ചോദിക്കാമല്ലോ. ഈ പടം സുമതിയോട് ഡയറക്ടർ അല്ലേ, അർജുനെ ചോദിച്ചാൽ പോലെ ഇവര് പണി അറിയാവുന്നുള്ളത്. അല്ലെങ്കിൽ മാളികപ്പുറത്തിൽ അഭിനയിച്ച സൈജു ചേട്ടൻ അടക്കിപ്പോണ്ട്, സൈജു ചേട്ടന് ചോദിച്ചാൽ പോലെ ആരാ ഡയറക്ട് ചെയ്തത്. അല്ലെങ്കിൽ വേണ്ട, ഈ സിനിമയുടെ മേക്കിംഗ് വീഡിയോ യൂട്യൂബിലുണ്ട്, നിങ്ങൾക്ക് ഇപ്പം നോക്കിയാൽ കാണാൻ പറ്റുമല്ലോ. എത്രയോ ദിവസം മേക്കിംഗ് വീഡിയോസ് കൊളാബ് ചെയ്തിട്ടേക്കുന്നു. അതിലൊക്കെ നോക്ക് ആരാ ഡയറക്ടർ നോക്ക്. ഒരു സീൻ എടുക്കുമ്പോൾ വന്ന് അഭിപ്രായം പറയുന്ന ആൾ ഡയറക്ടർ ആണെങ്കിൽ മലയാള സിനിമയിലെ എല്ലാ സംവിധാനം ഡയറക്ടർ, എല്ലാ നടന്മാരും ഡയറക്ടേഴ്സാണ്. എല്ലാവരും അഭിപ്രായം പറയും. ഞാൻ പോയി അഭിപ്രായം പറയാറുണ്ട്, അസോസിയേറ്റ് പറയാറുണ്ട്, ഞങ്ങളാണോ ഡയറക്ടേഴ്സ്? ഇത് ഞാൻ പറയുന്നത് ഈ മാളികപ്പുറത്തിന് മാത്രമല്ല, ഞാൻ ചോദിക്കുന്നത് ഉണ്ണി പോയി സഹായം കൊടുക്കുന്നു, എല്ലാം ഓക്കെ. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് അദ്ദേഹത്തിന്റെ പടങ്ങൾ ഇവിടെ ചെയ്തിട്ട് കാശ് ഉപയോഗിക്കുന്ന പ്രൊഡ്യൂസേഴ്സ് ഇല്ലേ? എന്താ അവരെ സഹായിക്കാതെ? പിന്നെ നിങ്ങൾ പറയുന്ന പോലെ കഴിഞ്ഞ ദിവസമാണ് ഉണ്ണിയെ സഹായം കൊടുത്തതെന്നാണോ നിങ്ങൾ വിചാരം? ഇനി ഇന്നലെ ഒരു പോസ്റ്റ് വന്നു വീണക്കൊണ്ടപ്പള്ളി പോസ്റ്റ്. ഉറപ്പായിട്ടും ഇനി ഞാൻ പറയുന്നത് ഈ പറയാൻ വന്ന് കേട്ടുള്ളൂ. കഴിഞ്ഞ ഡിസംബർ, അതായത് 2025 ഡിസംബറിൽ നിങ്ങൾ ഈ പറയുന്ന ഇന്നലെ പൊട്ടി മുളച്ച ഈ രക്ഷകന്മാരിൽ ഒരാൾ, ഈ പറയുന്ന പ്രൊഡ്യൂസർ, എന്നെയും വിഷ്ണുവിനെയും അദ്ദേഹത്തിന്റെ ഫ്ലാറ്റിലേക്ക് വിളിച്ചു വരുത്തുകയും മുരളിച്ചേട്ടനെ വിളിച്ചു വരുത്തുകയും ഞങ്ങളെ 3 പേരെ എഴുതി ഇദ്ദേഹം ഗോഡ് ഫാദർ വിളിച്ചു. അദ്ദേഹം ചോദിക്കുന്നത് അത് അയാളുടെ കാശ് മൊത്തം പോയെന്ന് പറയുന്നത് എന്ത് ചെയ്യും? ഞാൻ എന്തേ പറയുന്നത്? കണക്ക് തരട്ടെ, കാശ് എവിടെ പോയത്? ഇത്രയും പൈസ വന്നിട്ടുണ്ട്. പുള്ളി എന്ത് പൈസ ഇറക്കിയെന്ന് ആദ്യം പറയട്ടെ. പുള്ളി പറയുന്ന ഈ കണക്കിൽ തിങ് സ്റ്റുഡിയോസ് എന്ന കാശും ഗോകുലിൽ നിന്ന കാശും ഒക്കെ പുള്ളിയുടെ അക്കൗണ്ടിൽ പോയപ്പോൾ അത് പുള്ളിയുടെ പൈസ എന്ന രീതിയിലാണ് പുള്ളി പറയുന്നത്. അപ്പോൾ അദ്ദേഹം എന്തോ പറഞ്ഞപ്പോൾ ഞാൻ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം ചേട്ടൻ, എന്തായാലും മാളികപ്പുറത്തിന് നല്ല പൈസ കിട്ടിയില്ലേ, അതിന് കുറച്ചെടുത്ത് ഇദ്ദേഹത്തെ സഹായിക്കും എന്ന് പറയുമ്പോൾ ഡിസംബർ മുതൽ ഈ വീഡിയോ വരുന്ന ഈ സമയം വരെ അദ്ദേഹത്തിന് ആലോചിക്കേണ്ടി വന്നു മുരളി കുന്നപ്പുറത്തിനെ സഹായിക്കാനായിട്ട്. ഞാൻ കുറച്ചുകൂടി പറഞ്ഞതാണ്, ഇപ്പം എന്ത് പറഞ്ഞത് അറ്റൻഷൻ കിട്ടും. ഈ അറ്റൻഷൻ സീക്കേഴ്സ് ഉണ്ട്, അതിന്റെ പരിപാടിയാണിത്. ഇപ്പൊ എന്ത് സോഷ്യൽ മീഡിയ ഇട്ടാലും അറ്റൻഷൻ കിട്ടാം. ഒരാളെ സഹായിച്ചു, നമ്മൾ നന്മമരമായി, ഈ പരിപാടിയാണ്. ഇതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. ചീപ്പ് പബ്ലിസിറ്റി. ഉണ്ണിമുന്തൻ ഡയറക്ട്ലി ഇതുവരെ എങ്ങും വന്ന് പറഞ്ഞാണ് ഞാൻ പറഞ്ഞത് ഉണ്ണിമുന്തൻ അദ്ദേഹത്തിന് സഹായം കൊടുത്തു എന്ന് പറഞ്ഞതിന്റെ ബാക്ക് സ്റ്റോറിയാണ് ഞാൻ പറഞ്ഞത്, എന്തിന് സഹായം കൊടുത്തു എന്നുള്ളത്. മാസങ്ങൾക്ക് മുന്നേ ഇതേപോലെ നമുക്ക് ചെയ്താലോ, വേണുചേട്ടനോട് സംസാരിച്ചിട്ട് നമുക്ക് ഈ പടം ചെയ്യാന്ന് പറയുമ്പോൾ ഞാൻ ചേട്ടൻ ചെയ്യുന്നില്ല. കാരണം അത് സംവിധാനം ചെയ്യാൻ വിഷ്ണുവിനെ സമ്മതിക്കില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഒരിക്കലും നമ്മൾ ഈ പടം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് വിട്ടതാണ്. ഇത് തുറന്നു പറയുന്നത് എന്താ വെച്ചാൽ, ഇനിയും ഞങ്ങളിത് മിണ്ടായിരുന്നാൽ
ഞങ്ങൾ എന്തിനാണ് ഞങ്ങൾ ഈ അനുഭവിക്കുന്നത്? ഒരു സിനിമ എഴുതി, ഓക്കെ, ഒരു സിനിമ നഷ്ടം വന്നു, എഴുത്തുകാരനും സംവിധായകനുമാണോ ഇതിന്റെ ഉത്തരവാദി? ഞങ്ങൾ മാത്രമായ ഉത്തരവാദി? അങ്ങനെ ഇതൊരു ഗ്യാംബ്ലിംഗ് അല്ലേ ഈ സിനിമ എന്ന് പറയുന്നത്? ശരിക്കും ഞാൻ ചെയ്യട്ടെ, വലിയ സക്സസ് ആയി കാശ് കിട്ടിയ പടമുണ്ട്, കാശ് പോയ പടമുണ്ട്. ഈ കാശ് പോയ പടങ്ങളെല്ലാം ഇങ്ങനെ തലയിൽ കയറി, കാശ് കിട്ടിയ സിനിമകളെല്ലാം അതൊക്കെ പ്രൊഡ്യൂസറിന്റെ സ്വന്തമല്ലേ? അല്ല, ഉണ്ണിമുതലും വിഷ്ണു തമ്മിലുള്ള പ്രശ്നം, വിഷ്ണുവിന്റെ അത് വിഷ്ണുവിനെ പറയും. പ്രശ്നത്തിന് മുമ്പ് എനിക്ക് മാളികപ്പുറം എൻ്റെ ഒരു തുടക്ക ചിത്രമായിരുന്നു. എനിക്ക് വളരെയധികം എന്താ പറയുക, സപ്പോർട്ടും ഇമോഷണലായിട്ടും എല്ലാമായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ് ഉണ്ണിമുതൽ. ഞാൻ അതില്ല എന്ന് ഞാൻ എങ്ങും പറയുന്നില്ല. കാരണം ഒരു തുടക്കക്കാരൻ എന്ന രീതിയിൽ എനിക്ക് പല രീതിയിൽ ഒരു ക്രിട്ടിക്കൽ കോൾ എടുക്കാനായിട്ടുള്ള സമയത്തൊക്കെ എന്നെ ഒരുപാട് സഹായിച്ച ഒരു വ്യക്തിയാണ് ഉണ്ണിമുതൽ. പക്ഷെ ഉണ്ണിമുതൽ മാത്രമല്ല, ആ പടത്തിൽ വർക്ക് ചെയ്ത ക്യാമറമാൻ ആയിട്ടുള്ള വിഷ്ണു നമ്പൂതിരി ആണെങ്കിലും ഇപ്പോൾ റൈറ്റിംഗ് സ്കെയിലായിട്ട് നമുക്ക് 2 ദിവസം ചാർട്ട് ചെയ്ത് 1 ദിവസം കൊണ്ട് തീർക്കാനൊക്കെ ആയിട്ട് ഒരു തീരുമാനം. അതിനൊരു അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള പല ഒപ്പീനിയൻസും ഞാൻ എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ഉണ്ണി അതിൽ കുറച്ചുകൂടി തന്നെ, കാരണം അന്നൊക്കെ നല്ല സൗഹൃദത്തിലാണ് നമ്മളന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ മാത്രമല്ല, തുടക്കക്കാരായുള്ള എല്ലാ സിനിമാക്കാരെയും ഈ പറഞ്ഞ രീതിയിൽ അവരുടെ ചീഫായിട്ടുള്ള ആൾക്കാരെല്ലാം സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഞാൻ ഉണ്ണിയായിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ 1-2 അഭിപ്രായ വ്യത്യാസത്തിൽ ഞാൻ അത് വേണ്ട എന്ന് തീർക്കും. അതിൻ്റെ ഒരു ഈഗോയിലാണ് ഇത് മൊത്തം ട്രിഗർ അയക്കുന്നത്. എനിക്കത് ഞാനൊരു എന്താ പറയുക, ഒരു ഇത് ഫയൽ ചെയ്യുന്നുണ്ട്. അതിൽ ഞാനത് കൊടുത്തതിന് ശേഷം ഞാൻ വീണ്ടും നിങ്ങൾ അതിനായിട്ട് സംസാരിക്കാൻ വരുന്നതായിരിക്കും. പക്ഷേ ഈ പറഞ്ഞ പോലെ അതൊന്നും പ്രതീക്ഷിച്ചില്ല. ഞാനങ്ങനെ കട്ടാണ്ടായിട്ട് നോ പറയുകയും ഇതൊക്കെ ചെയ്യുമെന്നുള്ളത്. അതിനൊക്കെ ഒരു ദിവസം പിണങ്ങി സെറ്റിൽ നിന്നൊക്കെ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു സെറ്റിൻ്റെ സമയത്ത്, ഷൂട്ടിൻ്റെ സമയത്ത്. എന്നിട്ടും നമ്മൾ സിനിമ വൃത്തിയായിട്ട് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് ഈ കണക്കൊക്കെ മാറ്റി പ്രൊമോഷന് കട്ടയ്ക്ക് കൂടെ നിന്നു. കാരണം മുന്നിയുടെ ഒരു പ്രൊമോഷൻ കൊണ്ട് കൂടിയാണ് ഇപ്പം ഈ പറയുന്ന പല ഫിഗേഴ്സും എത്തിപ്പെടാൻ സാധിച്ചത്. അതുപോലെ അദ്ദേഹത്തിന് ഇന്നത്തെ ഒരു സ്റ്റാർട്ടിലേക്ക് എത്താനായിട്ടുള്ള വൺ ഓഫ് ദ മെയിൻ റീസൺ മാളികപ്പുറമാണെന്ന് എന്നും കുറച്ച് വിശ്വസിക്കുന്ന സംവിധായകനാണ് ഞാൻ. അപ്പോൾ പിന്നീട് ഉണ്ടായിരുന്ന ഈ പറഞ്ഞ അഭിപ്രായ വ്യത്യാസം വീണ്ടും അവൻ്റെ മനസ്സിൽ ഇപ്പോഴും കിടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ വളരെ എന്താ പറയുക, ഇതെല്ലാം സംസാരിച്ച് തീർന്നതല്ലേ എന്നുള്ളൊരു ഇതിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അത് എൻ്റെ മനസ്സിൽ ഇപ്പോഴും മാറിയിട്ടില്ല എന്നുള്ള ചേട്ടൻ പറഞ്ഞ അറിയുമ്പോൾ ഇപ്പോ ഞാനത് എന്താ പറയുക, ഈ പറയുമ്പോഴാണ് പോയി ചോദിച്ചിട്ടില്ല. എന്നോട് പറയുന്നത് മുരളിച്ചേട്ടനാണ്, ഇവൻ നിന്റെ പടം ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞത് എന്നോട് മുരളിച്ചേട്ടനാണ്. അതായത് ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് പുള്ളി പറഞ്ഞത് ഷൂട്ടിങ്ങിന്റെ പകുതി ആയപ്പോഴാണ് ഇങ്ങനെ കറങ്ങിയെന്നുള്ള സാധനമാണ് പുള്ളി വന്ന് പറയുന്നത്. പക്ഷെ ഇത് ഷൂട്ടിന് മുമ്പേ മുരളിച്ചേട്ടൻ ഈ കാര്യം എന്നോട് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കാണിക്കുന്ന ഈ ഒരു ഇമോഷണൽ സപ്പോർട്ടും കാര്യങ്ങളും എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളത് ഏതൊരു കൊച്ചിനും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അത് അത് എനിക്ക് ഉറപ്പിച്ചതെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇതിൽ അദ്ദേഹത്തിന്റെ ഒരു പങ്കുണ്ട് എന്നുള്ളത് സംശയത്തിൽ തന്നെ. അല്ല, അതിന്റെ ക്ലാരിറ്റി ഞാൻ തരാം. നിങ്ങൾക്ക് ഉറപ്പല്ല വേണ്ടത്. മുരളിക്കുന്നമ്പുറത്തിന്റെ ആദ്യത്തെ ഇന്റർവ്യൂ ഇന്നലെ എടുക്കാൻ മീഡിയ ഇവിടെ ഉണ്ട്. ആ മീഡിയക്ക് കൃത്യമായിട്ട് അറിയാം ഉത്തരം. എന്നാലും ആര് പറഞ്ഞിട്ടാണ് ആ വീഡിയോ ഇന്റർവ്യൂ എടുക്കാൻ പോയെന്നുള്ളതും ആര് പറഞ്ഞിട്ടാണ് അതിന്റെ ഹെഡിങ്, അവിടുത്തെ ഹെഡിങ്ങിനാണല്ലോ ഈ പ്രശ്നങ്ങൾ ഇന്ന് മുഴുവൻ സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്നത്. ആ ഹെഡിങ് ആര് കൊടുത്തതാണ്? ഇവിടുത്തെ ഏറ്റവും മുഖ്യധാര മീഡിയ ഇവിടെ ഉണ്ട്. നിങ്ങൾക്കറിയാം, ഇത് 2 ദിവസങ്ങളിൽ പുറത്തു വരും, പേടിയുണ്ട്. ഒരു കാര്യം ഇവിടെ പിന്നെ കുറച്ച് പേര് വെച്ച് വിഷ്ണുവിനോട് പറയുന്നുണ്ടെന്ന്. ഉണ്ണിയായിട്ടുള്ള ഒരു ഇഷ്യൂ കുറച്ച് മുന്നേ ഇവിടെ നടന്ന എല്ലാവർക്കും അറിയാം. ഉണ്ണിയും മറ്റേ അദ്ദേഹത്തിന് മാനേജ് നമ്മളുടെ പ്രശ്നം. അന്ന് ഉണ്ണിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ഞാൻ. ഇന്നലെ വരെയും ഞാനത് നിന്ന ആളാണ്. ഉണ്ണിയെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ അതിനു മുന്നേ ഉണ്ണിയുടെ പല ഓഡിയോ ക്ലിപ്സ് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഈ പറഞ്ഞ കുറച്ച് മുന്നേ പറഞ്ഞ ഉണ്ണി ഇവരോട് ദേഷ്യമുണ്ടോ എന്ന് ചോദിച്ചതിന് തെളിവായിട്ടുള്ള ഓഡിയോ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇന്നലെ ഇത് കൃത്യമായ PR ആണെന്ന് അറിഞ്ഞ മൊമെന്റ് മുതൽ മനസ്സിൽ നിന്നൊരു സുഹൃത്തിനെ എടുത്ത് കളഞ്ഞു, സീരിയസ് എടുത്ത് കളഞ്ഞ. കാരണം അങ്ങനെ ഒരു ചെറിയ പ്രതീക്ഷയില്ലായിരുന്നു. ഇപ്പം ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇത് കൃത്യമായ PR-ന്റെ വർക്കാണ്. കൃത്യമായ ഓർഗനൈസേഷന്റെ പുറത്താണ് കഴിഞ്ഞ 2
സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറിപ്പോയ ഒരു വീഡിയോനെ തിരിച്ചു കൊണ്ടുവന്ന് ഇത്രയും വലിയ ന്യൂസാക്കി ഇന്ന് കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ ഞങ്ങളെ സംശയത്തിന് നിലയിലേക്ക് നിർത്തുന്ന ഒരു വിഷയത്തിലേക്ക് കൊണ്ടുവന്നതിന്റെ പിന്നിലെ കൃത്യമായ മാസ്റ്റർ പ്ലാൻ പുറത്തു വരും. ഉറപ്പുള്ള കാര്യമാണ്. ആരെങ്കിലും പുറത്തു വരും. ആയുർവേദ മർമ്മ ചികിത്സയുടെ അവസാന വാക്ക്. ഓർത്തോ ന്യൂറോ രോഗചികിത്സയിൽ വർഷങ്ങളുടെ പാരമ്പര്യം. എടമനശ്ശേരി സ്പൈൻ ഹോസ്പിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ്, കോയമ്പത്തൂർ.